അഖിലേന്ത്യാ പണിമുടക്കുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് വന്നതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയാണ് പണിമുടക്ക് നടത്തുന്നത്. എന്തിനാണ് പണിമുടക്ക്? ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബലം പ്രയോഗിച്ച് ആരെയും തടയില്ല, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയാൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അഖിലേന്ത്യാ പണിമുടക്കാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? കേരളം മാത്രം സ്തംഭിക്കും. നാട്ടുകാർ വാഹനവുമായി പുറത്തിറങ്ങിയാൽ തടയും, കടകൾ അടപ്പിക്കും, ബസ്സുകളെ സർവീസ് നടത്താൻ സമ്മതിക്കില്ല. അങ്ങനെ ബന്ദ് പോലെയാകും കേരളത്തിൽ ഈ പണിമുടക്കും. ആദ്യമായല്ല രാജ്യമാകെ എന്ന പേരിൽ ദേശീയ പണിമുടക്ക് നടക്കുന്നത്. മുൻപും പല പണിമുടക്കുകളും നടന്നിട്ടുണ്ട്. അന്നും കേരളത്തിലൊഴികെ മറ്റൊരിടത്തും ഈ സ്തംഭനമുണ്ടായിട്ടില്ല. കേരളീയർ മാത്രം വീട്ടിലിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അവനവൻ്റെ ജോലി ചെയ്തു. നാളെയും അതുതന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? സ്കൂൾ, കോളേജ്, സർക്കാർ ഓഫീസുകൾ, മാളുകൾ, കടകൾ ഇതൊന്നും പതിവ് പോലെ പ്രവർത്തിക്കാൻ സാധ്യതയില്ല. പണിമുടക്ക് ദിവസം സർവീസുകൾക്ക് മുടക്കമുണ്ടാകരുത് എന്ന് KSRTC ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കുലറിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ കൃത്യമായ എല്ലാ സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യണം. ആശുപത്രികൾ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആവശ്യമെങ്കിൽ കൂടുതൽ സർവീസുകൾ ക്രമീകരിക്കുകയും വേണം. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് സഹായം തേടുക. സഹായം വേണമെന്ന് മുൻകൂട്ടി അറിയാവുന്ന സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ രേഖാമൂലം അറിയിക്കുക. സ്റ്റേ സർവീസുകൾ, ദീർഘദൂര സർവീസുകൾ, റിസർവേഷൻ സർവീസുകൾ, ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ എന്നിവ കൃത്യമായും ഓപ്പറേറ്റ് ചെയ്യുക എന്നിങ്ങനെയാണ് സർക്കുലറിൽ യൂണിറ്റ് ഓഫീസർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. നാളെ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നും അധികൃതർ ആവശ്യമായ സംരക്ഷണം ഒരുക്കിയാൽ സർവീസ് നടത്തുമെന്നും KSRTCയിലെ BJP അനുകൂല NGO സംഘ് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ KSRTCയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ അവർ ബസ് സർവീസ് നടത്താൻ സമ്മതിക്കുമോ? അതുറപ്പില്ല. നാളെ KSRTC ചില സർവീസുകൾ നടത്തുമായിരിക്കും. പൂർണ്ണമായി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സർവീസ് നടത്താൻ കഴിയുമോ എന്നത് കണ്ടറിയണം. അങ്ങനെ പ്രതിഷേധക്കാരെ വകവയ്ക്കാതെ സർവീസ് നടത്തിയാൽ ആകെ കൂടി കേരളത്തിൽ മാത്രം വിജയിക്കുന്ന പൊതുപണിമുടക്ക് പൊളിഞ്ഞെന്ന സ്ഥിതി വരും. അപ്പോൾ പിന്നെ KSRTC സർവീസ് നടത്തുമോ അതോ അവർ തടയുമോ എന്നത് കണ്ടറിയണം. പണിമുടക്കിൽ ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് നാളെ പണിമുടക്കുന്നത്? CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളുമൊക്കെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. INTUC കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുന്നത്. BMS പങ്കെടുക്കുന്നില്ല. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായും ബലപ്രയോഗമോ അക്രമമോ ഉണ്ടാകില്ല എന്നും പണിമുടക്കിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹർത്താൽ എന്ന പേരിൽ നിരത്തിൽ വാഹനം തടഞ്ഞ് അഭ്യാസം കാണിക്കാൻ പോകുന്ന ഹർത്താൽ അനുകൂലികൾ വകവെച്ചു കൊടുക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം. അതൊന്നും ഉറപ്പില്ല. പാൽ, പത്രം, ആശുപത്രി, മെഡിക്കൽ ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴികെ മറ്റെല്ലാ മേഖലയിലെയും തൊഴിലാളികൾ ഇപ്രാവശ്യം പണിമുടക്കുമെന്നാണ് സമരസമിതി പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ടാക്സി സേവനം പതിവ് പോലെ നടത്തുമെന്ന് സിയാൽ ടാക്സി ബെനിഫിഷ്യറി ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു സംഘടന. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പണിമുടക്ക് ദിവസം കൊച്ചി മെട്രോ ട്രെയിനും വാട്ടർ മെട്രോയും പതിവ് പോലെ സർവീസ് നടത്തും. മറ്റ് എയർപോർട്ടുകളിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്നവരെ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അതും കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ എയർപോർട്ടിലേക്ക് പോകുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നാളെ പ്രധാനപ്പെട്ട ബാങ്കുകളോ റിസർവ് ബാങ്കോ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങി രാജ്യത്തെ 3 പ്രമുഖ ബാങ്കിംഗ് തൊഴിലാളി സംഘടനകളും പണിമുടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കില്ല എങ്കിലും
ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏതൊക്കെ മേഖലകൾ സ്തംഭിക്കുമെന്ന് നോക്കാം. ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അടക്കമുള്ളവയെല്ലാം സ്തംഭിക്കും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായും നിശ്ചലമാകും. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയേണ്ടി വരും. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധം, റെയിൽവേ, തുറമുഖ, വ്യോമയാന ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്നാണ് തൊഴിലാളി യൂണിയനുകൾ പറയുന്നത്. ഓട്ടോ, ബസ്, കാർ, ലോറി തുടങ്ങി മോട്ടോർ തൊഴിലാളികൾ, ഷോപ്പ് എംപ്ലോയീസ്, മത്സ്യവിപണന വിതരണ രംഗം, വഴിയോര കച്ചവട തൊഴിലാളികൾ, പ്രസ് ജീവനക്കാർ, സ്കീം വർക്കർമാർ, നിർമ്മാണ കയറ്റിറക്ക തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം എന്നിവയിലെ തൊഴിലാളികളും പണിമുടക്കും. ഈ ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ ഡെലിവറി സർവീസാണ്, അതായത് സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ളവ. അതുകൊണ്ട് തന്നെ നാളെ ഭക്ഷണമൊക്കെ ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് ഈ ഓൺലൈൻ ഡെലിവറി കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇവരും സമരത്തിലാണ്, പണിമുടക്കിലാണ്. അതുകൊണ്ട് ഈ സേവനവും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി IT, ചെറുകിട വ്യവസായം, സ്വകാര്യ പൊതുമേഖലാ വ്യവസായങ്ങൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, തോട്ടം മേഖല, ഇലക്ട്രിസിറ്റി ജീവനക്കാരും പണിമുടക്കിലായിരിക്കും. പണിമുടക്ക് കണക്കിലെടുത്ത് PSC നാളെ നടത്താനിരുന്ന ഓൺലൈൻ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഓൺലൈൻ പരീക്ഷ ഈ മാസം 21 മാറ്റിയത്. എന്നാൽ സമയത്തിലോ പരീക്ഷാ കേന്ദ്രങ്ങളിലോ മാറ്റം വരുത്തിയിട്ടില്ല. ചില സ്കൂളുകൾ ഇതിനോടകം തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്കൂൾ കോളേജ് അധികൃതരോട് ബന്ധപ്പെട്ട് മാത്രം നാളെ അവധിയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി പോസ്റ്റ് ഓഫീസ്, കോടതികൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അത്യാവശ്യത്തിന് പോകേണ്ടവർ സ്വന്തം വാഹനത്തിൽ പോകാം. സമരക്കാരെ ബോധ്യപ്പെടുത്തി യാത്ര ചെയ്യേണ്ടി വരും. എങ്കിലും നാളെ എന്തൊക്കെ സംഭവിക്കുമെന്നത് റോഡിൽ ഇറങ്ങുമ്പോൾ മാത്രമേ ഒരു വ്യക്തത കൈവരികയുള്ളൂ.